നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേട്ടാ, നവകേരള സദസ്സ് എന്താണ്, ഒരു ഗുണ്ടാ സദസ്സാണോ? എല്ലാവരും ഡിവൈഎഫ്ഐക്കാരുമുണ്ട്, പോലീസുകാരുമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഗൺമാനുണ്ട്. എന്തൊരു അടിയാണ്! വിഷ്വൽ കണ്ടില്ലേ? രണ്ട് കൈകൊണ്ടാ. സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാം, നമുക്ക് മന്ത്രിമാരുടെയൊക്കെ ഗൺമാന്മാരുടെ കയ്യിൽ ലാത്തി കാണാറില്ല. അവർ സാധാരണ കാറിൽ സഞ്ചരിക്കുമ്പോൾ അവർ സഫാരി സൂട്ടായി ചിലപ്പോൾ അല്ലാത്ത ചിലപ്പം അവർ തോക്ക് കാണുമായിരിക്കും. നമ്മൾ തോക്ക് കാണുന്നില്ല പലപ്പോഴും, കാരണം ഗൺമാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ ഒരു വലിയ ലാത്തി ഈ കാറിനകത്ത് ഒരു വടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും കൊണ്ടൊന്ന് അടിക്കേണ്ടി. അതുകൊണ്ട് നമ്മൾ എന്താണ് പറയുക, നമ്മൾ ഈ വൈക്കോലൊക്കെ അടിക്കുമല്ലോ, നമ്മൾ പാമ്പിനെ തല്ലിക്കൊല്ലുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പാമ്പിനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചല്ലേ അവിടെ നിന്ന് കരിങ്കൊടി കാണിച്ചതല്ലേ ഉള്ളൂ. അല്ല, അവിടെയുള്ള പോലീസുകാർ, ആലപ്പുഴ ജനലാശുപത്രിയുടെ സംഭവം ഉണ്ടായത്. അവിടെയുള്ള പോലീസുകാർ അവിടെ ആ ഫുട്പാത്തിന്റെ അവിടെ ഇവരെ തടഞ്ഞു. അവരങ്ങനെ പ്രകോപനമൊന്നും ഉണ്ടാക്കിയില്ല, മുദ്രാവാക്യം അത്രേ ഉള്ളൂ. അതിന് പോലീസുകാർ തടഞ്ഞു. അവർ പ്രശ്നം ഉണ്ടാക്കാൻ ഇയാളുടെ അടുത്തേക്ക് വന്നില്ല. എന്നിട്ട് അങ്ങോട്ട് ചെന്ന് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചിരിക്കുന്നു. അതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രസകരമായ ഒരു കാര്യം ഉണ്ടായി. വി ഡി സതീശൻ അല്പം ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ സംസാരിച്ചു. നാട്ടിലിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല, വീടും നാടും ഒക്കെ അറിയാം. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള ഗുണ്ടകളുമൊന്നും അധികം വിളയാടണ്ട, നാളെയും കാണേണ്ടതാണ്. മുഖ്യമന്ത്രി എന്നും പിണറായി വിജയൻ ആയിരിക്കില്ല എന്നും കൂടെ പറഞ്ഞു. പോലീസുകാർ ഓർത്താൽ നല്ലത് എന്ന് പറഞ്ഞു. അത് ഒരു കാര്യം എഴുതി വെച്ചോ, അടുത്ത സപ്പോസ് UDF സർക്കാർ വരികയാണെങ്കിൽ ഈ SIക്ക് ഡബിൾ പ്രൊമോഷൻ ആയിരിക്കും. ഡബിൾ പ്രൊമോഷൻ തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയും കൊടുക്കും. അതാണ് രീതി. വീടിനടുത്ത് തന്നെ കൊടുക്കുക. എല്ലാ കാര്യങ്ങളും അയാളായിരിക്കും പിന്നെ അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം ഇത്തരക്കാർ ഭരണം മാറുമ്പോൾ അവരങ്ങോട്ടങ്ങ് മാറിക്കോളും. പിന്നെ വർണ്ണാനം സ്വീകരിക്കുക, അതാണ് സംഭവം. അല്ല, ഇത് കാണുമ്പോൾ ഈ അടി കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ദൃശ്യം. സുഹൃത്തിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ TP സെൻകുമാർ, അദ്ദേഹം സദേൺ റേഞ്ച് IG ആണെന്നാണ് തോന്നുന്നത്, DGP ആണെന്നൊക്കെ മുമ്പാണ്. MG കോളേജിൽ വലിയൊരു ലാത്തിചാർജ് നടന്നു. ഒരു പോലീസുകാരൻ ഈ കുട്ടികൾ 2ാം നിലയിൽ നിൽക്കുകയാണ്, അറിയാം, MG കോളേജ് അറിയാലോ, അവിടെ ഭീകരമായി തല്ലുകയാണ്. സെൻകുമാർ പറയുന്നുണ്ട്, അടി നിർത്താൻ പറയുന്നുണ്ട്, അടിക്കരുത് ഇങ്ങനെയെന്ന് പറയും. കാരണം മൃഗീയമായി തല്ലുന്നുണ്ട് കുട്ടികളെ. ഇയാൾ വീണ്ടും അടിക്കുന്നു. അപ്പോൾ പുള്ളി അയാളെ ഷാർട്ടിൽ കുത്തി പിടിച്ചിട്ട് ഇയാളെ മറ്റേ ബാഡ്ജാണ് പേരുള്ള നെയിം അതുണ്ടല്ലോ, അതിങ്ങോട്ട് എടുത്ത് അടിയത്താൻ പറയുന്നുണ്ട്. അന്ന് ചിലരൊക്കെ പറഞ്ഞു ഇത് പോലീസിനെ നിർവീര്യമാക്കുന്നതാണ്, എങ്ങനെ ഇയാൾ ചെയ്ത് ശരിയല്ലെന്ന്. പക്ഷേ അത് ചെയ്തില്ല. നിങ്ങളുടെ അവസ്ഥ ആളുകളുടെ മുകളിൽ നിന്ന് താഴ്ചയാണെങ്കിൽ 2ാം നിലയിലാണ് അടി രാജാചാര്യ തല്ലുന്നത്. ഈ തല്ലുകൊള്ളുന്ന കുട്ടികൾ മുഴുവൻ അവിടെ പ്രശ്നക്കാരാവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ മര്യാദക്കാൾ പഠിക്കാൻ വന്ന വല്ലവരായിരിക്കാം. ശരിയായിരിക്കാം. എന്നാൽ പോലെ നമ്മൾ കീഴ് ദിവസം ചെയ്യുമ്പോഴേ എല്ലാത്തിനും പോലീസായാലും ആരെയും മർദ്ദിക്കാനും ഇതുപോലെ അവർക്ക് തടയാം, അവർക്ക് ബലം പ്രയോഗിക്കാം, ഒക്കെ ശരിയാണ് നിയമപരമായ രീതിയിൽ. അതെ. ഇതുപോലെ ഒരു വ്യക്തിയെ ക്രൂരമായി മർദ്ദിക്കാൻ, ലാത്തി കൊണ്ട് ഇതുപോലെ ഒന്നും അടിക്കാനൊന്നും ഒരു എനിക്ക് തോന്നുന്നത് നിയമപരമായ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ തല്ല് കൊണ്ടുവർക്കുണ്ടെങ്കിൽ ഇയാളെ പേരിൽ കേസ് കൊടുക്കാം, പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കാം. അതിനുള്ള അധികാരം അദ്ദേഹത്തിനില്ലല്ലോ. അല്ലെങ്കിൽ നവകേരള സദസ്സ് ഇപ്പം പ്രതിഷേധിച്ചോട്ടെ, പ്രതിഷേധത്തെ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്രതിഷേധത്തെ നോക്കി കൈവീശി കാണിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയോടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് എത്തും എന്നുള്ളതാണ്. വലിയ പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഇവർ. അതെ എന്ന് പറയുന്ന ആളുകൾ കാര്യമൊക്കെ ശരിയാണ്. അവർക്ക് ഒരു വേള SFIക്കാരുടെയോ അല്ലെങ്കിൽ DYFIക്കാരുടെയോ അത്ര വീര്യമില്ലായിരിക്കാം. അവരും അത്യാവശ്യം പ്രക്ഷോഭകാരികളൊക്കെ തന്നെയാണ്. സതീശൻ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ ഇടപെട്ട് വഴിയിൽ തടയും, അല്ലെങ്കിൽ വഴിയിൽ കൂടെ നടക്കാൻ സമ്മതിക്കില്ല, അതൊന്നും സംഭവിക്കില്ലായിരിക്കാം. കോൺഗ്രസ്സുകാരാണ് ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ പേടിക്കാൻ വേണ്ട. അതുപോലെ കണ്ണൂര് മറ്റേ ചെടി കൊണ്ട് അടിച്ചവർക്ക് ജാമ്യം കിട്ടി, അവരെ രക്തഹാരം അണിയിച്ച് സ്വീകരിക്കുന്ന രംഗങ്ങളും കണ്ടു. എന്തായാലും നവകേരള സദസ്സ് മുമ്പോട്ട് പോവുകയാണ്. സംഘർഷഭരിതമാണ് പലയിടങ്ങളിലും. അത് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം വഴി പോകുമ്പോൾ. അല്ല, പോണമെന്നില്ലല്ലോ. ഈ സംഭവം നമ്മൾ അറിയാതെ വഴിയെ പോയാൽ പോരെ. ഇയാൾ വഴി കൊണ്ട് നമ്മൾ തല്ലില്ലെന്ന് എന്തെന്ന് ഉറപ്പ്. എന്തൊരു അവസ്ഥയാണെന്നുള്ളതാണ് ഈ കേരളത്തിലെ. പിന്നെ കരുവന്നൂരിലെ കേസിൽ 2 പേരെ മാപ്പ് സാക്ഷിയാക്കാൻ തീരുമാനിച്ചു. ബിജു കരീമിനെയും മറ്റേ സതീഷ് കുമാറിനെയും മാപ്പ് സാക്ഷിയാക്കാൻ തീരുമാനിച്ചു. അത് വലിയ നീക്കമാണ് തീർച്ചയായും ഇഡിയെ സംബന്ധിച്ച്. അവർ മുൻ മാനേജരും മുൻ സെക്രട്ടറിയും മറ്റെയാണ് അവർ. അപ്പം എന്താണ് അതിൻ്റെ നിയമപരമായ ഉദ്ദേശം, അല്ലെങ്കിൽ ഏതവസ്ഥയിൽ അത് പ്രതിഫലിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കിട്ടിയൊരു വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ നമുക്ക് അറിവായി വരുന്നതേ ഉള്ളൂ. അതെ. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ ആലോചിക്കായിരുന്നു, കരുവന്നൂരിന്ന് കേൾക്കാനില്ലല്ലോ എന്നല്ലേ. കുറച്ചും നവകേരള സദസ്സും അതുപോലെ പാർലമെന്റ് ആക്രമണവും ഒക്കെയാണ് ഇപ്പം മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ വാർത്തയ്ക്ക് യാതൊരു പഞ്ഞമില്ലല്ലോ. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറുടെ നഗരപ്രവേശമാണ്. കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കുക എന്നുള്ളതാണ്. ശരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്, തേഞ്ഞിപ്പാലത്താണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഗസ്റ്റ് ഹൗസ്.
അപ്പം അദ്ദേഹം അവിടെ 3 ദിവസം താമസിക്കും. അദ്ദേഹത്തെ പക്ഷേ അങ്ങോട്ട് കടത്തില്ല എന്ന് പറഞ്ഞ് ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിച്ചു. ഇതൊന്നല്ല, കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുക PMR ഷോ പറഞ്ഞത്. എന്തായാലും അത് എന്താകും എന്നറിയില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ ഇടത്തോടു കൂടി തന്നെ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 300-ലധികം പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിവ്. പോലീസുകാർ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നവരാണോ അതോ ഇനിയിപ്പോൾ നേരത്തെ പലരും ആരോപിച്ചതുപോലെ ഗവർണറുടെ വഴിയും സ്ഥലവുമൊക്കെ മനസ്സിലാക്കി സന്ദേശം കൊടുക്കുന്നവരാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ അതെ 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 കാരണം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നേരിട്ട് കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണ്. രണ്ട് മലപ്പുറം ജില്ല തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ദൂരം വലിയ ദൂരം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഇല്ല, ഒരു 10-20 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, എങ്കിൽ പോലും ഇതൊരു വലിയ സംഭവമാണ്. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിലൊരു ഗവർണറെ ഏതൊരു വഴി തടയുക, കരിങ്കൊടി കാണിക്കുക. കരിങ്കൊടി പിന്നെ കാണിക്കാൻ പണ്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഇതുപോലെ വഴി തടയുക, ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു മാത്രമല്ല നിയമസഭയിൽ ഇപ്പം ജ്യോതി വെങ്കടാചലത്തിനെതിരെയൊക്കെ മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ട്. രാംദുലാരി സിൻഹെ അവരെ ഒരു സ്ത്രീയാണ് എന്നുള്ളത് മറന്നുകൊണ്ട് അന്നത്തെ CPI നേതാക്കൾ പറഞ്ഞ വാക്കുകളെ ഉപയോഗിക്കുന്നില്ല, അത് കൊള്ളില്ല. വളരെ മോശമായ ഭാഷയാണ് പറഞ്ഞത്. അവരെ ബ്ലൗസിനെ കുറിച്ച്, അവരിട്ടുന്ന ബ്ലൗസിനെ കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞ് കളിയാക്കിയത്. അത് വളരെ ക്രൂരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊരിക്കലും ഇപ്പോഴും ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആക്ഷേപങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നാണ് അന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായത് എന്നുള്ളതാണ്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം ഭരണഘടനാ സ്ഥാനത്തിരിക്കുകയാണ്, പ്രതിഷേധങ്ങൾ അറിയിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാം തീർച്ചയായിട്ടും. പക്ഷേ അത് അതിരുകടന്നു പോകുന്നതും ഇതുപോലെ വഴിയിൽ തടയുന്നതും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതൊന്നും ഒരു ആശ്വാസ്യകരമായ നടപടിയായിട്ട് കാണാൻ സാധിക്കില്ല. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഗവർണർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റിനൊക്കെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കാം. 356 നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. 356 പ്രയോഗിച്ച് മുഖ്യമന്ത്രിയെ വീട്ടിലിരുത്താം, മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രിയാക്കി മാറ്റാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നിയമപരമായി. പിന്നെ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്ന് തോന്നുന്നു, അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കുകയും അദ്ദേഹത്തെ കൂടുതൽ വയലൻ്റ് ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കളിയൊക്കെ അങ്ങ് മാറും എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷും പിണറായി സഖാവും ഒക്കെ നടന്നിരുന്നത്. കരിങ്കൊടി കാണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ മാഷും പറഞ്ഞ കരിങ്കൊടി കാണിക്കാൻ കുഴപ്പമില്ല, പക്ഷേ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കരുതേ ഉള്ളൂ. മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചാൽ അത് പ്രശ്നമാണ്. പക്ഷേ ഗവർണറെ കാണിക്കാൻ അത് ആക്രമണമാണ്. അതെ, ഗവർണറെ കാണിക്കുമ്പോൾ പ്രതിഷേധമാണ്. ചേട്ടാ, SFIക്കാർ ഈ പേട്ടയിൽ വഴി തറഞ്ഞ SFIക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രിമാരെല്ലാം അത് തന്നെ ഗോവിന്ദൻ മാഷ് ഇറക്കി. ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞു, ഇനിയും തടയും, ഇനിയും വഴി തടയും, ഇനിയും പ്രതിഷേധിക്കും തുടങ്ങിയ വളരെ ധിക്കാരപരമായ ചില വാക്കുകളാണ് CPM. പാവപ്പെട്ടവന്മാരെ പേരിൽ എടുക്കുന്ന കേസ് ഭീകരമാണ്. അല്ല, പിന്നെ അവരുടെ പിന്നെ പാർട്ടി നോക്കുമായിരിക്കും കേസ്. കോൺഗ്രസ്സുകാരുടെ പോലെ അല്ലല്ലോ. അല്ല പാർട്ടി വക്കീലിനെ കുറിച്ച് കേസ് നടത്തിക്കോളൂ. പാർട്ടിയുടെ സ്വന്തമായ അഭിഭാഷകരുണ്ട്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അഭിഭാഷകർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വക്കീലന്മാർക്ക് പഞ്ഞമൊന്നുമില്ല, അതുകൊണ്ടുള്ള ധൈര്യം കൊണ്ടായിരിക്കും. പക്ഷേ ആ 7 പേർക്കെതിരെ ചുമത്തി 124 ചുമത്തിയത് വലിയ പ്രശ്നം, വലിയ ഗുരുതര. കാരണം ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ വരെ പോലുള്ള ആളുകൾ കേസ് തീരുന്നത് വരെ അവർക്ക്, അതായത് ഇവർ കുറ്റവിമുക്തരാണ് എന്ന് തെളിയുന്നത് വരെ തീർച്ചയായിട്ടും അവർക്ക് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി കിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉള്ളൊരു വകുപ്പാണ് 124 എന്ന് പറയുന്നത്. അതെ, ഏതായാലും ഗവർണർ ഇനിയിപ്പോൾ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് അദ്ദേഹം നാളെ ഒരു വിവാഹ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. മറ്റെന്തോ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം, എന്തോ സെമിനാർ, എന്തോ പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് മറ്റന്നാളാണെന്നുണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു. 3 ദിവസം ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടാത്തൊരു കാര്യമാണ്. ഇവിടെ ഗവർണർമാരായിട്ട് പലപ്പോഴും പല സർക്കാരുകളെ ഏറ്റുമുട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്. ചിലപ്പോൾ അതിൽ ന്യായം ഉണ്ടായിരുന്നിരിക്കാം അന്നേരം തന്നെ. പക്ഷേ ഇതുപോലെ ഒരാളിനെ അങ്ങോട്ട് വഴി തടയുക, ആക്രമണ ഭീഷണി നടത്തുക ചെയ്യുന്നത് ശരിയാണെന്ന് പറയുക. പുള്ളിയുടെ പ്രതികരണം കൂടെ നമ്മൾ കണക്കാക്കണം. ഒരു ഗവർണറും ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. അതെ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസേര എന്നുള്ളതല്ലേ ഇതിനു മുമ്പ് നമ്മൾ റിട്ടയർമെന്റ് ജീവിതമാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. അതെ അതെ. ഇപ്പം ഗവർണർ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. ഇനിയും വഴിയിൽ തടഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങും എന്ന് ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ നിയമവിധേയമായിട്ടല്ലാത്ത എന്ത് കാര്യമുണ്ടായാലും ഞാൻ ഇടപെടും എന്ന് കൃത്യമായി തന്നെ പറയുന്നു. അത് സധൈര്യം അദ്ദേഹം നിൽക്കുന്നതാണ്. അദ്ദേഹം ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി VCയെ പുനർനിയമിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും എതിരായിരുന്നു ഗവർണർ. അതൊരു സത്യമാണ്. അതുകൊണ്ട് ഗവർണറോട് തീർച്ചയായിട്ടും അല്പം ദേഷ്യവും പകയും ഒക്കെ ഉണ്ടാകും. പിന്നെ ഈ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ കേരള ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അങ്ങനെ ചില സംഘടനകളുണ്ട് ഇടതുപക്ഷത്തിൻ്റെ. അപ്പം അവരുടെയൊക്കെ ഒരു കണ്ണിലെ കരടാണ് ഈ ഗവർണർ. അവർക്ക് തോന്നിയാസം കാണിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇതുപോലെ മാർക്ക് ദാനം ചെയ്തും ജയിപ്പിക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല.
MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്രയോ സർട്ടിഫിക്കറ്റുകളാണ് കാണാതെ പോയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള രീതികളൊന്നും നടക്കില്ല. ഇയാൾ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ, ചെറിയ ഒരു ചൊറിച്ചിലാണ് സത്യം പറഞ്ഞാൽ. മാത്രമല്ല ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 9 യൂണിവേഴ്സിറ്റികളിൽ VC ഇല്ല. അപ്പോൾ ഗവർണർ ഏതായാലും VC നിയമിക്കാൻ അദ്ദേഹം നടപടി തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള അധികാരമുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഗവർണർക്ക്, ചാൻസലർക്ക്, വൈസ് ചാൻസലർ നിയമിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ തയ്യാറായാൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ നോമിനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ നിയമിക്കാം. അപ്പോൾ പിന്നെ ഇവിടെ സ്വന്തക്കാരെ, CPM-കാരെയും പാർട്ടിക്കാരെയും പഴയ പാർട്ടിക്കാരെയും ഒന്നും തിരികെ കയറ്റാൻ പറ്റില്ല. അതിൻ്റെ ഒരു വിഷയം കൂടിയുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയമായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള കളികളാണ് എന്നത് വ്യക്തം. ഇനി ഗവർണർ RSS പരിപാടിക്ക് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഗവർണർ RSSകാരനാണ്, RSS ഗവർണർ ഗോ ബാക്ക്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ആരോപിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആ ആരോപിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൃത്യതയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണമോ SFIക്കാർക്കോ ഇടതുപക്ഷക്കാർക്കോ തരാനുണ്ടോ എന്നുള്ളതാണ്. ഇദ്ദേഹം എങ്ങനെ RSSകാരനായി? ഇദ്ദേഹം പഴയ കോൺഗ്രസിനല്ല, അതെ, സോഷ്യലിസ്റ്റ് ആയി തുടങ്ങി, കോൺഗ്രസ്സുകാരനായി, പിന്നെ BJP-യിലെത്തിയ ഒരാളാണ്. അതെ, അലിഗർ മുസ്ലിം സർവകലാശാലയിൽ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ വിജയിച്ച ആളാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് കളി നന്നായിട്ടറിയാം. അദ്ദേഹം RSS ഗവർണർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങനെ മുദ്ര കുത്തിക്കൊണ്ട് ചിലയിടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രചരണം നടത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതൊന്നുമല്ല സത്യം. അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയാണ്, ശരിയാണ്, രാഷ്ട്രപതി അംഗീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അത് അദ്ദേഹം പ്രയോഗിക്കും, അത്രയേ ഉള്ളൂ. അതിനകത്ത് കരിങ്കൊടി കാട്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില്ലിൽ ഇടിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അത് ഗുരുതരമായ പ്രതിസന്ധികളിലേക്കും പ്രത്യാഘാതങ്ങളിലേക്കും നയിക്കുകയുള്ളൂ, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവിടുത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ഒരു ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. തീർച്ചയായിട്ടും അത് നമ്മളെപ്പോഴും ഓർക്കുക. ഗവർണർ അല്ലെങ്കിൽ ഈ നിയമം മാറ്റണം. അതിന് CPM ഒരിക്കലും സാധിക്കില്ല. കാരണം പാർലമെൻറ്റിൽ എത്ര പേരുണ്ട് ഇപ്പോൾ? അതെ, അവർ മാത്രം വിചാരിച്ച ഇവിടെ ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റവും വരുത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഏതായാലും അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ പദവി ഇല്ലാതാക്കണമെന്നുള്ളതാണ് പലപ്പോഴും പണ്ട് CPM പറയുമായിരുന്നത്. അത് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഒരു ഗവർണറും കൂടെ ഇല്ലായിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു? ചോദിക്കാനും പറയാനും കേന്ദ്രത്തിൽ നിന്നുള്ള ആരും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെന്തായാലും സർക്കാരുടെ കൂടെ അല്ലേ നിൽക്കുകയുള്ളൂ, ആര് ഭരിച്ചാലും. CPM-ന്റെ ഇപ്പം വികലമായ നയങ്ങൾ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അത് അതിൻ്റേതായ ഒരു സ്പിരിറ്റിലെടുത്തുകൊണ്ട്, ഇപ്പം എന്തുമാകട്ടെ, യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, ഭരണഘടനാ സംവിധാനം, ബില്ലുകൾ, ഏതിലുമായിക്കോട്ടെ, അത് അതിൻ്റേതായ ഒരു പോസിറ്റീവ് സെൻസിലെടുത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് നിയമപരമായി നേരിടുകയാണ് CPM. അതെ, CPM ഒരു തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നാണ് സങ്കല്പം. അതല്ലേ അതുകൊണ്ട് തന്നെ ആ അത്തരം കാര്യങ്ങളിൽ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനയാണ് നടക്കേണ്ടത്. അല്ല ഗവർണർ വഴി തടഞ്ഞു നിർത്തിയിട്ട് പിടിച്ചു ചേർത്ത് കാര്യങ്ങൾ കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം സ്വന്തമായൊരു ഭരണം, വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം കിട്ടി, തുടർ ഭരണം കിട്ടി. അപ്പോൾ എന്താണ്, ധാർഷ്ട്യം, അഹങ്കാരം ഒക്കെ കൂടി എന്നൊക്കെ പറയുന്നു. പക്ഷേ പല കാര്യങ്ങളിലും വലിയ പ്രതിരോധത്തിലായി നിൽക്കുകയാണ് പാർട്ടി എന്ന് സ്വയം മനസ്സിലാക്കണം. അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്, തൃക്കാക്കരയും കണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൽ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി മയപ്പെടേണ്ടതാണ് സത്യം പറഞ്ഞാൽ CPM-ന്റെ നിലപാടുകൾ. പക്ഷേ നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പശ്ചിമ ബംഗാൾ ഗവർണർ മലയാളിയായ ഡോക്ടർ CV ആനന്ദ് ബോസിൻ്റെ കാര്യത്തിലാണ്. ഏതായാലും അദ്ദേഹത്തെ നിയമിച്ചത് BJP സർക്കാർ തന്നെയാണ് കേന്ദ്രം. പക്ഷേ അവിടെ മമതാ ബാനർജി BJP-യുടെ എക്കാലത്തെയും ശത്രുവാണ്. എങ്കിൽ പോലും അവർ തമ്മിൽ വളരെ നല്ല ഉഭയകക്ഷി ബന്ധത്തിൽ പോകുന്നുണ്ട്. കാരണം സർക്കാർ എന്തെങ്കിലും കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടൽ നടത്തിയാൽ ഗവർണർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഇതല്ല ചെയ്യുന്നത്, ഇതാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മമതാ ബാനർജിയെ പോലെ വളരെ ഫയർ ബ്രാൻഡായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ മേരിക്കാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ വളരെ എല്ലാവരും സൗമ്യമായി പെരുമാറുന്ന, വളരെ എന്ത് കാര്യത്തിനും നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഈ സമൂഹത്തിനൊക്കെ നേരിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വളരെ ജനകീയനായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ ആനന്ദ് ബോസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതായിരിക്കാം അങ്ങനത്തെ ഒരാളെ തന്നെ അവിടെ നിയോഗിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ പോകുന്നുണ്ട് കാര്യങ്ങൾ. ഒരു പ്രത്യേക നയം ഗവർണറും സർക്കാരും വെസ്റ്റ് ബംഗാൾ സർക്കാരും തമ്മിലുണ്ട് എന്നുള്ളതാണ്. ആനന്ദ് ബോസ് സാറ് നമ്മുടെ നാട്ടുകാരനാണ്, എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. സാറിൻ്റെ മകള് എൻ്റെ സീനിയർ ആയിരുന്നു, ചേച്ചി. അപ്പം അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു, രാജ്ഭവൻ ഇടപെടേണ്ട കാര്യത്തിൽ ഇടപെടുന്നു, അത് നയപരമായി ഇടപെടുന്നു, മാന്യമായി ഇടപെടുന്നു. അദ്ദേഹം അവിടുത്തെ ഇപ്പം ആ നാട്ടുകാരെ, അതായത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളെ, പശ്ചിമ ബംഗാൾ സ്വദേശികളെ അവിടെ ഒരുപാട് കാര്യങ്ങളിൽ, അതായത് അവിടുത്തെ പാവങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഉത്സവാഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിനൊപ്പം ചേരുക, അങ്ങനെ ഒരുപാട് ഒരു ജനകീയനായ ഗവർണർ
എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം അല്ലേ? പക്ഷേ ധൈര്യത്തോടെ. നമ്മുടെ കേരളത്തിലെ ഗവർണർ ശരിക്കും ജനകീയനാണ്. അല്ല, അതിവിടെ സമ്മതിക്കുന്നില്ല. അപ്പൊ അതേ ഒരുപക്ഷെ കേരളത്തിലെ മുമ്പ് ഗവർണർമാരൊക്കെ തന്നെ നമുക്കറിയാം, നമുക്ക് ചാനലുകൾ ബൈറ്റും തരൂല്ല അവര്, ഇല്ല ഒന്നുമില്ല. സദാശിവത്തിന്റെ പുറകെ നടന്നിട്ട് അന്ന് ബൈറ്റ് ഇല്ല, സാധനം കൊടുക്കാറില്ല. സാധാരണ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും രാഷ്ട്രപതിമാർ ഇത്ര ബൈറ്റ് കൊടുക്കാറില്ല. അതുപോലെ ആയിരിക്കാം അദ്ദേഹം നമ്മളും കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ജനകീയനാണ്. മാത്രമല്ല കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും അദ്ദേഹം കൃത്യമായി പ്രതികരിക്കുക, ഇടപെടുന്നു. ഇപ്പൊ മറ്റേ പെൺകുട്ടി മരിച്ച സ്ഥലം നമ്മുടെ ഡോക്ടർ വീട്ടിൽ ചെന്നു. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല ഇത്തരത്തിൽ മറ്റു ചില സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഗവർണർ ആ വീട് സന്ദർശിക്കുക ചെയ്തിരുന്നു കേരളത്തിൽ. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല പ്രസ്താവനകളും പിന്തുണയും അദ്ദേഹം കൊടുക്കുകയും. അതൊക്കെയാണ് ഗവർണർ ചെയ്യേണ്ടത്. ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നയാൾ എന്നാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണമേധാവിയാണ് ഗവർണർ. അപ്പം അതിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അദ്ദേഹം ഒരു വേള പ്രതികരിച്ചാൽ അത് ഒരു വല്ലാത്ത പ്രതികരണം. അതെ, ഇത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന ജഗദീപ് ധൻഖർ, അദ്ദേഹം നേരത്തെ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്നു. നിരന്തരമായ ഏറ്റുമുട്ടലായിരുന്നു ഗവർണർ മുഖ്യമന്ത്രി മമതയും തമ്മിൽ. പക്ഷേ ഇപ്പം പുതിയ നമ്മുടെ ആനന്ദബോസ് സാർ പോയതോടുകൂടി അതങ്ങ് മാറി, വളരെ ഭംഗിയായി പോയി. ജനകീയതയാണ്. മാത്രമല്ല ഇപ്പം മമതാ ബാനർജിക്ക് തീർച്ചയായിട്ടും CV ആനന്ദബോസിനോട് എന്തായാലും ഒരു വലിയ അടുപ്പമൊന്നും കാണില്ല. കാരണം അവർക്ക് BJP വിരോധിയാണ്. അവരെ BJP നിയമിച്ച, അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവർണർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകാനായിരിക്കും ഒരു വേള മമത ദീദി കാത്തു നിൽക്കുന്നത്. പക്ഷേ അവരെയും അനുനയിപ്പിച്ചുകൊണ്ട് അവരുടെ രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ട്. ശ്രദ്ധിക്കണം, മമത വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രമായിട്ട് വെറുതെ ആവശ്യമില്ലാതെ കയറ്റിവിട്ടാൻ പോയി പ്രശ്നമാക്കണ്ട എന്നവർ കരുതി കാണണം. അതാണ് ചെയ്യേണ്ടത്. ഒരു നല്ല ഒരു സാഹോദര്യത്തിൽ അങ്ങ് പോവുക, അത് നടക്കുകയുള്ളൂ. കാരണം ഈ ഗവർണർ എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനക്കാരനായിരിക്കും. അദ്ദേഹം ഒരു 5 വർഷത്തെ കാലാവധിക്ക് മാത്രം വേണ്ടി അവിടെ ഭരണത്തിൽ വരുന്നൊരു മനുഷ്യനാണ്. അത് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളല്ല. പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇടപെടുകയും കൃത്യമായി കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. സർക്കാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുമ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവർ പറയുന്ന എല്ലാ കാര്യവും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കേസല്ല, റബ്ബർ സ്റ്റാമ്പ് അല്ലല്ലോ. അല്ല, ഒരിക്കലുമല്ല. അപ്പം അത്തരത്തിൽ ഒരു ഭരണഘടനാ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം പോലും ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ, ഭരണപരമായ അരക്ഷിതാവസ്ഥ ഒരു വേള നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നു. അത് രാജ്ഭവൻ അത് വ്യക്തമാകുന്നു. ആ രീതിയിൽ പ്രതികരിച്ചാൽ അത് കൂടുതൽ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിലേക്ക് സർക്കാരിൻ്റെ അണികളെയും ഒക്കെ, അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കും. എപ്പോഴും ഒരു മഞ്ഞുരുകൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. ഇപ്പോൾ ഗവർണർ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നില്ല, അല്ലെങ്കിൽ സർക്കാർ പറയുന്നതെല്ലാം ഗവർണർ അനുസരിക്കണം എന്നില്ല. എന്നാൽ പോലും പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ, സങ്കീർണമായ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ മുമ്പോട്ട് പോവുകയാണ് നല്ലത്. അല്ല, പലപ്പോഴും ഈ CPM ഇത്തരത്തിൽ നേരത്തെയൊക്കെ തന്നെ ചില വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള ബഹിഷ്കരണവും തടയലും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണ്ടും. ഓർമ്മ എത്രയോ പേര്, ഇപ്പോൾ MP രാഘവൻ അവർ വഴി അവസരം കൂത്തുപറമ്പ് വെടിവെപ്പിലേക്ക് കയറി എത്തിയത്. ഞങ്ങൾ തടയുമെന്ന് പറയുന്നത് 82-ലെ KK കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിമാർ വഴി തടയൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതിൽ പലരും തടഞ്ഞു. പക്ഷെ കരുണാകരൻ തടഞ്ഞിട്ടില്ല കേട്ടോ. കാരണം മറ്റേ ബെൻസാണ് കരുണാകരൻ. KK കരുണാകരൻ കാറിൽ വരുന്ന സ്പീഡ് അറിയാമല്ലോ, പറന്നാണ് വരുന്നത്. അത് തടയാൻ പോയാൽ പിന്നെ മിച്ചം കാണില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് KK കരുണാകരൻ തടഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും തടഞ്ഞു. അന്ന് തിരുവനന്തപുരത്ത് പാറശാല മറ്റേ വെച്ചാൽ അന്ന് മന്ത്രി സുന്ദരൻ നാടാര് DYFI പ്രവർത്തകർ തടഞ്ഞു. അന്ന് നമ്മുടെ പിന്നീട് സ്പീക്കർ മന്ത്രി KM വിജയകുമാർ, അന്ന് അദ്ദേഹം DYFIയുടെ ദേശീയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനൊക്കെ ക്രൂരമായി അന്ന് തല്ലി കിട്ടി, അടി കിട്ടി ലാചാർജിൽ. പക്ഷേ പിന്നെ അങ്ങ് സമരം അങ്ങ് തീർന്നു. ഇതാണ് ഇവരിങ്ങനെ സമരം. അതൊരു വളരെ സമരം. വളരെ സാറ് ഞങ്ങളെ അധ്യാപകരാണ്. ഞാൻ നേരത്തെ ലൂസ്റ്റോയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. സാറിൻ്റെ ഡിഗ്രി വ്യാജമാണെന്ന് സമരം ചെയ്തു. അവസാനം സമര നേതാവിൻ്റെ പരീക്ഷയിൽ മറ്റേ കോപ്പി അടിച്ച് പിടി വീഴുന്നപ്പോഴത്തേക്കും ആ സമരം തീർപ്പായി. ഇത്രയേ ഉള്ളൂ. പക്ഷെ അക്കാര്യത്തിൽ അതിൽ വളരെ സാറ് വളരെ ഒരു ശക്തമായ നിലപാടെടുത്ത് ഒരുപാട് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ നോക്കിയെന്നാണ് പറയുന്നത്, വിവിധ തരങ്ങളിൽ കൂടെ. ഈ ഒതൊന്ന് ശരിയായി കൊടുത്താൽ ഞങ്ങൾ. പക്ഷേ അദ്ദേഹം ഉറച്ചു തന്നെ നിന്നു. കാരണം ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അദ്ദേഹം വാച്ചാൻ സഹായിക്കുന്ന മനുഷ്യൻ വീട്ടിലിരുന്ന്, ശ്രീകാര്യത്തെ വീട്ടിലിരുന്ന് ഫയൽ വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അവസാനം അവിടെ കൊണ്ട് സമരത്തിൽ നിന്നവർ വീട്ടിലും സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സാറ് കുറ്റക്കാരനല്ലാന്ന് കണ്ടിരുന്നു. സാറിന് അങ്ങനെ കുറ്റക്കാരനല്ലാന്ന് കണ്ടാൽ പിന്നെ അയാളെ ജോലി അനുവദിക്കണ്ടേ? അവസാനം എന്ത് സംഭവിച്ചു? സാറ് VC ആയിരിക്കുന്ന സമയത്ത് AKG പഠന കേന്ദ്രത്തിലാണെന്നൊരു സെമിനാറിൽ മുഖ്യ പ്രഭാഷകനായിട്ട് സാറുണ്ടായിരുന്നു. സാറിന് സ്വാഗതം പറഞ്ഞ അന്നത്തെ CPMൻ്റെ വലിയ നേതാവ് പറഞ്ഞത് എന്താണ്, മാധ്യമ അക്കാഡമിക് രംഗത്തെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വിദഗ്ധൻ എന്നാണ് ഡോക്ടർ ജെ വിളവലെന്ന് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് അത് അറിയാൻ പറ്റി. പക്ഷേ എന്തുമാത്രം മാനസിക വേദന അദ്ദേഹം അനുഭവിച്ചോണെന്ന് ആലോചിച്ചു. ഒരാൾ
ഒരു പ്രഗത്ഭനായ ഒരാൾ ഇത്തരത്തിൽ വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തി. അതുപോലെ പണ്ട് CPM നിന്ന് പാർട്ടി വിട്ടുപോയപ്പോൾ PV കുഞ്ഞിക്കണ്ണൻ LDF കൺവീനറായിരുന്ന ആളാണ്. അദ്ദേഹം ആളും കൂടെ അവസാനം അവിടെ സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വരെ തെറി വിളിച്ച് ഓടിച്ചിട്ടുണ്ട്. എത്രയോ പേര് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു. വെട്ടിക്കൊന്നു. അതിനപ്പുറമൊന്നുമില്ലല്ലോ. അതെ, ഒരു വ്യക്തിയുടെ ജീവൻ പോലും അപകടത്തിലായി. പാർട്ടി വിട്ട് വേറൊരു പാർട്ടി. അതൊരു നമ്മുടെ ഈ വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത്, അത് ഗവർണറാണെങ്കിലും അധികാരമില്ലാത്ത ആളാണെങ്കിലും ഒക്കെ ശരി തന്നെ. അത് ശരിയല്ല. ഒരു പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ പുറകെ നടന്ന അയാളെ പകവെട്ടാൻ നോക്കുന്നത്. നമ്മുടെ എഡിറ്റർ ഷാജൻ സ്കറിയ അതെ അതെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആളുകൾ പലതരത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്, ആക്രമിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകനാണ്, സത്യം തുറന്നു പറഞ്ഞു എന്ന തെറ്റ് മാത്രമേ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ മാധ്യമ പ്രവർത്തനം ഒരു സബരിയാക്കിയ മനുഷ്യനാണ്. പക്ഷെ അത് ഇവിടെ ചോദിക്കാൻ പാടില്ല. ഇവിടെ ന്യൂസ് ക്ലിക്കിന്റെ കാര്യത്തിലെ ബാധകമാണ്. ന്യൂസ് ക്ലിക്ക് ഇത് മറുനാടൻ മലയാളിയാണ്, അത് ന്യൂസ് ക്ലിക്കാണ്. ന്യൂസ് ക്ലിക്കിന്റെ ആണെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം വേണം, മാധ്യമ പ്രവർത്തകർക്ക് എഴുതാനും വായിക്കാനുമുള്ള അവകാശങ്ങൾ വേണം, അവർക്ക് എന്തും പറയാനുള്ള തൻ്റെ ഇടം വേണം, അല്ലെങ്കിൽ എന്തും പറയാനുള്ള അധികാരം വേണം, എല്ലാം വേണം. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറയുകയും പേപ്പറിൽ എഴുതി പ്ലക്കാർഡാക്കുകയും. മാത്രമല്ല അവർ കൺട്രി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ചൈനയാണ്, ഇന്ത്യയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. നമ്മളെ അവരെ തമ്മിൽ താരപ്പെടുത്താൻ പറ്റില്ല. രണ്ട് എക്സ്ട്രാ എവൻസിൽ നിൽക്കുകയാണ്. നമ്മൾ ഭാവി ഇന്ത്യക്കാരാണ്. ഒരു സാധാരണ ഒരു സംസ്ഥാനത്ത് ഇരുന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളുടെ എഡിറ്ററും. അപ്പം ഞങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യമൊന്നും വേണ്ട, മറ്റുള്ളവർക്കൊക്കെ മതി. ആയിക്കോട്ടെ, സന്തോഷം. അതെ, ഏതായാലും ഈ ദിവസങ്ങള് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ വളരെ ആകാംക്ഷയോടെ നോക്കുകയാണ്. അതെ, പ്രധാനമായും നാളെ പകൽ സമയം നാളെ എങ്ങനെയായിരിക്കും ചേട്ടാ. അവര് പലതരത്തിൽ അതിനുവേണ്ടി ശ്രമിക്കും. ഒരു വേള നേരത്തെ മറ്റേ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ആരോപിച്ചതുപോലെ പോലീസുകാർ തന്നെ ഇതിനകത്ത് ചിലപ്പോൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില സന്ദേശങ്ങളൊക്കെ കൈമാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മളതില്ലാന്ന് പറയുന്നത് റൂട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടാകും തീർച്ചയായിട്ടും. കാരണം ഇവരെല്ലാം മറ്റേ സംഘമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ. പക്ഷേ ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തീ കൊണ്ടുള്ള കളിയാണ്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അതിൻ്റെ അവസ്ഥയിലാണ് എത്തുന്നത്. ഇത് മുന്നറിയിപ്പോ ഭീഷണിയൊന്നുമല്ല. നിയമപരമായി, ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെ ഇത്തരത്തിൽ കായികമായും മാനസികമായും ഒക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ നടപടി ഉണ്ടാകും. കൃത്യമായി കോടതികൾ ഇടപെട്ടും, സുപ്രീം കോടതി അടക്കം, രാഷ്ട്രപതി ഭവൻ അടക്കം ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത നേരത്തെ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് നിരവധി കാര്യങ്ങൾ കോടതി ഇടപെട്ടിട്ടുണ്ട്. മതിൽ പൊളിക്കുന്നത് ഉൾപ്പെടെ. അതെ, എല്ലാത്തിലും മതിൽ പൊളിക്കുന്നത്, കുട്ടികളെ പരിപാടിക്ക് കൊണ്ടുവരുന്നത്, അവരെ വെയിൽ പൊളിക്കുന്നത്, എല്ലാം തോന്നിയവാസമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പരോക്ഷമായാണ് കോടതി പറയുന്നത്. എല്ലാം തോന്നുംപടിയാണ് ഒരു സംസ്ഥാന സർക്കാരിന്, എല്ലാം തോന്നിയപടി. അതുപോലെ തന്നെ അവരുടെ പിണിയാളുകളായ SFIക്കാർ, DYFIക്കാരും അത് തന്നെ ചെയ്യുന്നു. പക്ഷേ സർക്കാരിന് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഗവർണറുടേതടക്കം നമ്മളുടെ ഓരോരുത്തരുടെയും സുരക്ഷയിൽ ഉത്തരവാദിത്തമുണ്ട്. ജീവന സ്വത്ത് സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ്. അതെ, സത്യപ്രതിജ്ഞാ ലംഘനമാണ് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഗവർണറുടെ കാര്യം പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക. ഏതായാലും ഗവർണർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അദ്ദേഹം വളരെ ധൈര്യമായി നിൽക്കുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. കാരണം ഗവർണർ ആരും പിന്തുണയ്ക്കാൻ ആരും ഇല്ലല്ലോ. ഇല്ല, അതിന് സംഘടനയില്ലല്ലോ. ഗവർണർക്ക് സംഘടനയില്ലല്ലോ. ഗവർണർക്ക് സംഘടനയില്ല, ഗവർണർക്ക് രാഷ്ട്രീയ പാർട്ടി ഇല്ല, ഒന്നുമില്ല. ഗവർണർക്ക് മറ്റ് പിന്തുണയൊന്നുമില്ല. ഗവർണർക്ക് ആകെയുള്ള പിന്തുണ, അല്ലെങ്കിൽ ആധികാരികമായ പിന്തുണ, നിയമപരമായ പിന്തുണ രാഷ്ട്രപതി ഭവന്റെയും സുപ്രീം കോടതി. അതേ ഉള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമസ്കാരം.